എടാ, ഇവിടെ നമുക്കിന്ന് അത്യാവശ്യം 3-4 വണ്ടികൾ വർക്കിന് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഓരോരോ വണ്ടികളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നീക്കി ഇടണം. അങ്ങനെ നീക്കിയെല്ലാം ഒതുക്കിയിട്ടതിന് ശേഷം വേണം നമുക്ക് ഓരോരോ വണ്ടികളായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാനായിട്ട്. പിന്നെ ഈ കാണുന്ന വണ്ടി ഏതാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്ര പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയി കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി സൽമാൻസിൻ്റെ വണ്ടി നമുക്ക് നേരെ ഈ ഷെഡിൻ്റെ അകത്തോട്ട് കയറ്റി ഇടണം. അപ്പോൾ ഇതൊഴി എടുത്തുകൊണ്ട് വരുന്നത് അത്യാവശ്യം ടാസ്ക്കാണ്. പിന്നെ സന്ധ്യവും ചേട്ടനും കൂടി ചേർന്നിട്ട് അത്യാവശ്യം കല്ലും കാര്യങ്ങളെല്ലാം അവിടെ വാരിയിട്ടിട്ടുണ്ട് ഒരുവിധം കയറി വരാനായിട്ട്. എന്തായാലും കയറുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അഖിലത അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. ഇനിയിപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് ഓടിച്ച് നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റണം. അങ്ങനെ ആ വണ്ടി ഒരുവിധം കയറ്റിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ടയറിൻ്റെ അടിയിൽ ഈ ഒരു വട്ടവും കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റാക്കിയിട്ട് വണ്ടീൻ്റെ മുകളിൽ കയറ്റി നിർത്തണം. അപ്പോൾ ഈ ഒരു വട്ടവും കാര്യങ്ങളൊക്കെ എന്താണ് സാധനം എന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബിനിച്ചിട്ട് അവിടെ ഈ സാധനങ്ങളെല്ലാം അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അടുക്കി ഒന്ന് ലെവലാക്കിയതിന് ശേഷം വണ്ടി പതുക്കെ ഇതിൻ്റെ മുകളിലോട്ട് കയറ്റണം.
ഇതെന്തിനാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗം പൊക്കിയിട്ട് വണ്ടി ഇങ്ങോട്ട് കയറ്റി നിർത്തുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എത്ര പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു ശ്രുതിയുടെ ഒരു റോയൽ ഹൈനസ് എന്ന് പറഞ്ഞ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെയും കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഒരു ഷെഡിൻ്റെ അങ്ങോട്ട് ഇടണം. ഈ ഒരു വണ്ടി ആദ്യമേ ഓൾറെഡി വന്നിട്ട് അത്യാവശ്യം ഓട്ടങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് ചെറിയ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു പോയൊരു വണ്ടിയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ട ഒരു ശ്രുതിയുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെ മാമത്ത് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു ഇത് രണ്ട് സെയിം വണ്ടിയാണോ, എഡിഷനെ മാറ്റിയതാണോ എന്നൊക്കെ. അങ്ങനെയല്ല, ഇത് ആദ്യം ഇറങ്ങിയ വണ്ടി റോയൽ ഹൈനസ്, ഇതിൻ്റെ കൂടെ ഇറങ്ങിയ വണ്ടിയാണ് മറ്റേ രണ്ടാമത് വന്ന മാമത്ത്. മാമത്തിൻ്റെ വർക്കാണ് നമ്മൾ ഇതിനു മുമ്പ് ഫിനിഷ് ആക്കി വിട്ടത്. അപ്പോൾ ഈ ഒരു വണ്ടി ചെറിയ വർക്കേ ചെയ്തു പോയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്കി വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വണ്ടി വീട്ടിൽ തിരിച്ചു വന്നിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് വിടണം. ഇതാ ഇവിടെ ശ്രുതിയുടെ ക്ലോത്തും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ക്ലോത്തും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് പെട്ടിക്കകത്തെല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ച് വിടണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു എക്സ്ട്രാ ക്ലോത്തും കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ട് പ്രിയൻ അളവും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അളവെടുപ്പും കട്ടിങ്ങും എല്ലാം കഴിഞ്ഞു. അതായത് ഇവിടെ പെട്ടിയുടെ സൈസ് നോക്കിയിട്ട് അതിനകത്തോട്ട് ക്ലോത്ത് തേച്ച് പിടിപ്പിക്കാനായിട്ട് പോവാണ്. പിന്നെ ഇവിടെ സുയിത്താട്ടം പുള്ളിക്കാരൻ്റെ പണിയിലാണ്. നമ്മളുടെ സന്ദീപ് ഈ ഒരു വണ്ടിക്കകത്തോട്ട് കയറുവാണ്. ഈ ഒരു വണ്ടി ഇതുപോലെ തന്നെ ക്യാബിനും കാര്യങ്ങളും എല്ലാം അഴിച്ചിട്ടേക്കുവാണ്. ഈ ഒരു വണ്ടിക്കകത്ത് ഇനി ഒരുപാട് വർക്കുകളും കാര്യങ്ങളെല്ലാം ബാക്കി കിടപ്പുണ്ട്, സബും കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ. അപ്പോൾ ഇവിടെ ഏകദേശം ശ്രുതിയുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. പശയും കാര്യങ്ങളൊക്കെ ഉണങ്ങാനായിട്ടാണ് ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു പശയും കാര്യങ്ങളെല്ലാം ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് വണ്ടിക്കകത്തോട്ട് കയറ്റാം. എന്നിട്ട് അത് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇതിനോട് നോക്കുന്ന വണ്ടി ഏതാണെന്ന് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഏത് വണ്ടിയാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ശ്രുതിയുടെ വണ്ടി നമ്മൾ അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഇങ്ങോട്ട് ഇടാനായിട്ടുള്ളൊരു ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഇട്ട് തന്നെ വർക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇപ്പം നിലവിൽ ആ ഒരു വണ്ടിയുടെ അകത്ത് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. മറ്റേ ഒരു മാമത്തിൻ്റെ ആ ഒരു സെയിം വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയും പണിഞ്ഞ് വന്നേക്കുന്നത്. ഒരുപാടങ്ങ് വ്യത്യാസങ്ങൾ നമുക്ക് പറയാനായിട്ടില്ല, ചെറിയൊരു കളറിൻ്റെയും ഒക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ അകത്തോട്ട് കയറുവാണെങ്കിൽ അവിടെ ശ്രുതിയുടെ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. പിന്നെ ആ റോയൽ ഹൈനസിൻ്റെ RH നമ്മളെല്ലാ സ്പീക്കർ ബോക്സുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കുഞ്ഞു തൂക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ തൂക്ക് ഉണ്ട്. അതെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആയി പോകും കേട്ടോ. പിന്നെ കുറച്ചുകൂടി ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ വീണ്ടും ഒരു തൂക്ക് ഉണ്ട്. പിന്നെ ബാക്കിൽ ആ റോയൽ ഹൈനസിൻ്റെ ആ ഒരു എഴുത്ത് വരുന്ന ഒരു നെയിം ബോർഡ് ഉണ്ട് കേട്ടോ. ഈ ഒരു നെയിം ബോർഡിനകത്ത് നിന്ന് മറ്റേ ലേസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തൂക്ക് കൊള്ളാൻ വെറൈറ്റി ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു തൂക്ക് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു 6 ഹെഡ് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല പവറുള്ളൊരു ലേസറാണ് കേട്ടോ. പിന്നെ ഒരു റോയൽ ഹൈനസ് എന്ന് എഴുതിയ ഒരു നെയിം ബോർഡിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കളർ ബാർ ലൈറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആ മാമത്തിൻ്റെ വണ്ടിക്കകത്ത് നമ്മൾ ഫ്രണ്ടിൽ TVയുടെ അവിടെയും അതിൻ്റെ കുറച്ച് ഇപ്പുറത്തുമായിട്ട് 2 സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു സെയിം മോഡൽ ബാർ ലൈറ്റ് തന്നെയാണ് ഈ ഒരു റോയൽ ഹൈനസിനകത്തും വരുന്നത്. അതായത് ഇവിടെ ബിൻചേട്ടൻ ടീമും കൂടി ചേർന്നിട്ട് നമ്മളുടെ ആ ഒരു ശ്രുതിയുടെ വലിയ പഞ്ച് ബോക്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ തടിപ്പണിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതാണ് ആ ഒരു ശ്രുതിക്കകത്ത് കയറാനായിട്ട് പോകുന്ന പെട്ടി. അപ്പോൾ ഈ ഒരു പെട്ടിയുടെ അളവും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ബാക്കി സാധനങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രുതിയുടെ വർക്ക് ഏകദേശം നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. ബാക്കി എല്ലാ പെട്ടികളുടെയും ക്ലോത്തും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളതായി ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളുടെ ഒരു കുട്ടി വണ്ടിയുടെ ഒരു വർക്കിന് വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ മൊസാക്കോടെ ഒരു കുട്ടി വണ്ടിയാണ്. ഓൾറെഡി ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു വണ്ടി കാണിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ബാങ്കോക്കിൻ്റെ വീഡിയോക്കകത്ത്. മറ്റേ അകത്ത് ഡാൻസ് കളിക്കാനായിട്ട് മറ്റേ കുഴിഞ്ഞ ഫ്ലോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വണ്ടി. പിന്നെ ഈ ഒരു വണ്ടിയുടെയും വർക്കും കാര്യങ്ങളും എല്ലാം ഇൻ പ്രോഗ്രസ് ആണ്. ഇതിപ്പോൾ ഉടനെ ഇറങ്ങും. നേരത്തെ ഞാൻ ബാങ്കോക്കിൻ്റെ വീഡിയോ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൻ്റെ ടൈമിൽ ആ ഒരു ബാങ്കോക്കിൻ്റെ വീഡിയോ കറക്റ്റ് വന്ന് വീഴണമെന്നുള്ളത് കൊണ്ടാണ് ആ ബാങ്കോക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടത്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു പോകുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ആരും കൺഫ്യൂഷൻ ആവേണ്ട. എന്നാൽ ആ ഒരു ബാങ്കോക്കിൻ്റെ ട്രിപ്പ് ആയിരുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോസൊക്കെ ഇടുന്നതിന് മുമ്പ് ആ ഒരു ബാങ്കോക്കിൻ്റെ വീഡിയോ ഇട്ടത്. ഇല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും, ഈ ഒരു വണ്ടി നേരത്തെ വർക്ക് കഴിഞ്ഞ് പോയതാണല്ലോ, ഇത് വീണ്ടും വർക്കിന് വന്നതാണെന്നൊക്കെ. അപ്പം അങ്ങനെ എല്ലാ സംഭവം നേരത്തെ ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ബാങ്കോക്കിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടതാണ്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഈ വണ്ടിയും കൂടി ഉൾപ്പെട്ട് വന്നേ ഉള്ളൂ. പിന്നെ അതായത് ഇവിടെ ഒരുപാട് ടോയ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ തരത്തിലുള്ള ടോയ്സ് നിങ്ങളുടെ വണ്ടികളുടെ ഏതെങ്കിലും ഡാഷ്ബോർഡിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു സെക്ഷനകത്ത് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ടാഗ് ചെയ്ത് വിട്ടേക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ സൽമാൻസിൻ്റെ വണ്ടി നമ്മൾ ഇവിടെ കയറ്റിയിട്ടത് അതേപോലെ ഇവിടെ കിടപ്പുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഈ നിലവിൽ ഇപ്പോൾ സൽമാൻസിന് എത്ര വണ്ടി ഉണ്ടെന്ന് കറക്റ്റായിട്ട് ആർക്കെങ്കിലും അറിയാമോ? ഒരുമിച്ചൊരു 5 വണ്ടിക്കകത്ത് നല്ല അടിപൊളിയായിട്ട് ഗ്രാഫും കാര്യങ്ങളെല്ലാം ചെയ്തിറക്കി അത്യാവശ്യം നല്ല പേരെടുത്തൊരു ടീമായിരുന്നു കേട്ടോ ഇവർ. ഇപ്പോൾ നിലവിൽ ഇവർക്ക് എത്ര വണ്ടി ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആ ഒരു പഴയ വണ്ടികളെല്ലാം കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ നിലവിൽ ഇവർക്ക് എത്ര വണ്ടിയുണ്ടെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മളുടെ സംഗീതയുടെ ഒരു ക്യാബിൻ വർക്ക് വരുന്നുണ്ട്. പിന്നെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഇവിടെ സൽമാൻസിൻ്റെ ബ്രാൻഡിങ് വരുന്ന പഞ്ച് ബോക്സ് ഉണ്ട്. പിന്നെ പഞ്ച് ബോക്സ് അല്ല, സ്പീക്കറുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ മേളിലായിട്ട് ഇങ്ങനെ ഫുൾ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ബാക്കിൽ സൽമാൻസിൻ്റെ ബ്രാൻഡിങ് വരുന്ന ഒരു നെയിം ബോർഡും അതുപോലെ തന്നെ അതിൻ്റെ മേളിൽ ഒരു കണ്ണിൻ്റെയൊക്കെ ഒരു ഇമേജ് കൊടുത്തിട്ടുള്ള ഒരു പഞ്ച് ബോക്സും. ഇത്ര സാധനങ്ങളാണ് ഈ ഒരു വണ്ടിക്കകത്തുള്ളത്. വളരെ നീറ്റായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ.
നമ്മൾ അധികം വലിയ കോലാഹലങ്ങളൊന്നും ഈ ഒരു വണ്ടിക്കകത്ത് കയറ്റിയിട്ടില്ല. നമ്മൾ സൽമാൻസിൻ്റെ ഒരു വണ്ടി നോക്കാൻ പോയ സമയത്ത് ഈ ഒരു ശ്രുതിയുടെ പെട്ടിയും കാര്യങ്ങളെല്ലാം പ്രിയനോടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളെല്ലാം തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ അത് അതിലിവിടെ ഓരോരോ സാധനങ്ങളായിട്ട് അഴിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയ തൂക്കിലേക്ക് നമ്മൾ അഴിക്കുവാണ്. എന്നിട്ട് ഇവിടെയാണ് മറ്റൊരു ഫുൾ റേഞ്ച് കയറ്റാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു തൂക്കിലേക്ക് അഴിച്ചിട്ട് നമുക്കിനി വേറെ കൊണ്ടെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു പെട്ടി ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പെട്ടിക്കകത്താണ് ആ ഒരു ഫുൾ റേഞ്ച് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഈ എണീറ്റ് ഡാൻസ് കളിക്കുന്നവർക്കൊക്കെ നല്ല വൈബായിരിക്കും ഈ ഒരു സാധനം ഇവിടെ വരുമ്പോഴത്തേക്ക്. പിന്നെ അതാ ഈ ഒരു വീഡിയോയും ഏകദേശം 10 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് മാക്സിമം എല്ലാ വീഡിയോസും ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ നിർത്തിയില്ല. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യുവാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ ഒരു 2 ദിവസത്തിനകത്ത് വരുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം ഒരു 10K വ്യൂസ് ആവുന്ന സമയത്ത് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറട്ടെ, മാക്സിമം ഹൈപ്പ് അടിച്ചും അതുപോലെ തന്നെ കമൻറ്റ് ഇട്ടും വീഡിയോ റിപ്പീറ്റ് കണ്ടും ഒക്കെ എങ്ങനെയെങ്കിലും ഒന്ന് 10K ആക്കി തരണം. ഈ ഒരു വീഡിയോ 10K ആയാൽ ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോ ഇടുന്നതാണ്. ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് ലെങ്ത് കുറയ്ക്കണമെന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.